കോതമംഗലത്ത് കർഷക കോൺഗ്രസ് നേതൃസംഗമം സംഘടിപ്പിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് മുഹമ്മദ് പനക്കൽ യോഗം ഉദ്ഘാടനം ചെയ്തു. മലയോര ജാതിക്ക് നൽകുന്ന സ്വീകരണത്തിൽ 500 കർഷകരെ പങ്കെടുപ്പിക്കുവാൻ നേതൃസംഗമത്തിൽ ധാരണയായി. കർഷക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കോതമംഗലത്ത് നിയോജക മണ്ഡലം തല നേതൃസംഗമം സംഘടിപ്പിച്ചു. കർഷക കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് മുഹമ്മദ് പനക്കൽ ഉദ്ഘാടനം ചെയ്തു. സർക്കാർ വിദ്യാഭ്യാസ നയം അമ്പേ പരാജയ പാഠ്യ പദ്ധതി അടക്കം ഇപ്പൊ ഹയർ സെക്കൻഡറി പരീക്ഷ നടക്കാൻ പോവാ. അതിന് സർക്കാരിന്റെ കയ്യിൽ പണമില്ല. ഫീസ് പിരിച്ചിട്ട് നടത്താനാണ് ഇപ്പൊ സർക്കാർ പറയുന്നത്. ഇന്നത്തെ പത്രത്തിലെല്ലാം എല്ലാം ഉള്ള കാര്യമായി പറയണത്. നമ്മളൊന്നും മറച്ചു വെച്ച് രാഷ്ട്രീയ വിരോധം കൊണ്ട് സംസാരിക്കുന്നതല്ല. അപ്പൊ ഇതിനെല്ലാം എതിരെ നമുക്ക് പോരാടണം. അപ്പോൾ ഈ ജാഥ നമ്മുടെ കോതമംഗലത്ത് എത്തുമ്പോൾ കോതമംഗലത്തിന്റെ വൻ പങ്കാളിത്തം ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. കാരണം അത് നിയോജകമണ്ഡലം പ്രസിഡന്റ് അതിന് കഴിവുള്ള ആൾ തന്നെയാണ്. കൂടാണ്ട് മൂവാറ്റുപുഴ, കുന്നത്തുനാട്, പറവൂര് ഇവിടെ നിന്നെല്ലാം കൂടിയിട്ട് 1000 പേരെ മൊത്തം അവിടെ നിന്ന് പങ്കെടുപ്പിക്കാന്നാണ് അങ്ങനെയല്ലേ പറഞ്ഞേക്കുന്നത്. ജില്ലാ പ്രസിഡന്റ് കൊടുത്തേക്കുന്ന വാക്ക്. എന്തായാലും മൂവാറ്റുപുഴയിൽ നിന്ന് ഒരു 200ഓളം പേര് എത്തിച്ചേരും ഇവിടെ. അതുപോലെ നമുക്ക് ഈ ജാഥ ഇവിടെ എത്തുമ്പോൾ വൻ പങ്കാളിത്തമുള്ള ഒരു ജാതിയായിട്ട് മാറണം. ശുഷ്കിച്ച ഒരു സമ്മേളനമായിട്ട് മാറാൻ പാടില്ല. കർഷക സമരങ്ങളെ തുടർന്ന് മാറ്റിവെച്ച പുതിയ വനനിയമം ഒരിക്കലും നടപ്പിലാക്കാൻ അനുവദിക്കില്ലെന്ന് അദ്ദേഹം പ്രസ്താവിച്ചു. പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന മലയോര ജാഥയ്ക്ക് കോതമംഗലത്ത് നൽകുന്ന സ്വീകരണത്തിൽ 500 കർഷകരെ പങ്കെടുപ്പിക്കുവാൻ നേതൃസംഗമം തീരുമാനിച്ചു. ചടങ്ങിൽ കർഷക കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ജെയിംസ് കോറമ്പേൽ അധ്യക്ഷനായി. നേതാക്കളായ KP ബാബു, KJ ജോസഫ്, MS എൽദോസ്, PC ജോർജ്, KE കാസിം, PM സിദ്ദിഖ്, MC അയ്യപ്പൻ, CJ എൽദോസ്, പീറ്റർ മാത്യു, സൽമ അടിവാട്, വർഗീസ് കൊന്നനാൽ, KV കുര്യാക്കോസ്, ഏലിയാസ് പുളിക്കക്കുടി, ജോസ് കൈതമന, മാർട്ടിൻ കീഴേമാടൻ, ലിബു തോമസ്, KP ജോൺസൺ എന്നിവർ സംസാരിച്ചു. മീഡിയ സിസ്റ്റി കോതമംഗലം.